അങ്ങനെയെങ്കിൽ ഈ പോർട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇന്നത്തെ സെയിലിംഗ് കമൻട്രി ആരംഭിക്കുന്നു. ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഞാൻ പല വാചകങ്ങൾ എങ്ങനെ തുടങ്ങണം, പല വാചകങ്ങൾ ആലോചിച്ചു, പല വാക്കുകൾ ആലോചിച്ചു. ഇങ്ങനെ ഒരു വാചകമാണ് ഇന്നത്തെ റിപ്പോർട്ടിന് ഏറ്റവും അനുയോജ്യം എന്നെനിക്ക് തോന്നി. അങ്ങനെയെങ്കിൽ ഈ പോർട്ട് ഞങ്ങൾക്ക് വേണ്ട. എങ്ങനെയെങ്കിൽ ചോദ്യവും ഉത്തരവും നടന്നത് നമ്മുടെ നിയമസഭയിലാണ്. പല ചോദ്യങ്ങളുണ്ടായി. കരമാർഗം എത്ര ചരക്ക് പോകും, റെയിൽവേ മാർഗം എത്ര ചരക്ക് പോകും, സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, ഭൂഗർഭ റെയിൽ പാതയ്ക്ക് എത്ര സ്ഥലം വേണം, ഉപരിതലത്തിൽ എത്രയാണ്, ഭൂഗർഭതലത്തിൽ എത്ര കിലോമീറ്ററാണ്, നഗരവികസനം എത്രത്തോളം വരും തുടങ്ങി പല പല ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ ഏതാണ്ട് ഒടുവിൽ നെയ്യാറ്റിൻകര MLA ശ്രീ CK ഹരീന്ദ്രനാഥ് നാട്ടുകാർക്കെല്ലാം അറിയേണ്ട ഒരു ചോദ്യം ചോദിച്ചു. എത്ര തൊഴിലവസരം ഇവിടെ ഉണ്ടാകും, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഈ ചോദ്യമാണ് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയേണ്ടത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാട്ടുകാർക്ക് അറിയേണ്ടത്. ഇതേ ചോദ്യം ഞാനൊരിക്കൽ പണ്ട് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന, പണ്ടല്ല കുറച്ച് നാൾ മുമ്പ് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ K ബാബുവിനോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. അദ്ദേഹം ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി, മൈക്ക് വലിച്ചൂരി എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഇതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതാണ്ട് സമാനമായതല്ല, ഒരല്പം വ്യത്യാസം ഉത്തരത്തിലുണ്ട്. എന്നാൽ പോലും ഗവൺമെൻറ് ഇതേ കൺസീവ് ചെയ്യുന്നുള്ളൂ എങ്കിൽ, വിഭാവന ചെയ്യുന്നു എങ്കിൽ ഈ പോർട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞങ്ങളുടെയൊക്കെ ജീവിതം ഇതിനു വേണ്ടി ബലി കൊടുത്തവരാണ്. 2500 തൊഴിലവസരത്തിന് വേണ്ടി അല്ല ഈ 30 വർഷം ഞങ്ങൾ വെള്ളം കോരിയത്. അറിഞ്ഞുകൂടെങ്കിൽ അത് പറയാം, ഞങ്ങൾ സർക്കാർ ഇത് പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണം എന്ന് പറയാം. എന്താണ് മന്ത്രി, ബഹുമാനപ്പെട്ട ശ്രീ വാസവൻ മന്ത്രി പറഞ്ഞത്? അദ്ദേഹം കോട്ടയംകാരനാണ്, പ്രാദേശികവാദം പറയുകയല്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ അവിടുത്തെ നാട്ടകം പോർട്ടിനെ കുറിച്ച് ചിലപ്പോൾ ഓർമ്മ വന്ന് കാണും. നാട്ടകം പോർട്ടിൽ ഉണ്ടാക്കാവുന്ന തൊഴിലവസരമാണ് അദ്ദേഹത്തിൻ്റെ നാവിലൂടെ വന്നത് എന്നറിയില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞത്ത് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തായാലും പദ്ധതി പൂർണ്ണമാകുമ്പോൾ പല മടങ്ങ് വർദ്ധിക്കും. എന്നാലും തൽക്കാലം പറയാൻ പറ്റിയ 2500 തൊഴിലവസരമാണ്. സാർ, വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവും വികസനവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുന്ന തൊഴിലവസരങ്ങൾ എത്രമാത്രം ഉണ്ടാവും എന്ന് വിശദമാക്കാമോ? അതിൽ പ്രദേശവാസികൾക്ക് എത്രമാത്രം തൊഴിലവസരങ്ങൾ നമുക്ക് നൽകാനാവും എന്നതും വ്യക്തമാക്കാമോ? പൊതുവിൽ തൊഴിലവസരങ്ങളെ സംബന്ധിച്ചുള്ള കണക്കുകൾ ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും പദ്ധതി പൂർണ്ണമാകുമ്പോഴേക്ക് ഏതായാലും 2500-ലേറെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. അത് പ്രത്യക്ഷമായും പരോക്ഷമായും വരുമ്പോൾ അത് ആയിരക്കണക്കിന് വർദ്ധിക്കാം. ഇതിൽ നല്ലൊരു ശതമാനം പരിസരവാസികൾക്ക് വേണ്ടി സംവരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, നേരത്തെ തന്നെ ധാരണയായിട്ടുണ്ട്. ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിലൊരു മന്ത്രി ഇത്രയും വലിയൊരു പദ്ധതിയെക്കുറിച്ച് പഠിക്കേണ്ടത്, ആലോചിക്കേണ്ടത്, വിഭാവന ചെയ്യേണ്ടത്? ഈ കഴിഞ്ഞ ദിവസം JNPTയുടെ ഒരു എക്സ്പാൻഷൻ, അവർ ആ സ്ഥലം ഞാൻ മറന്നുപോയി, 2ാം ഘട്ടം അല്ലെങ്കിൽ 3ാം ഘട്ടം, അവരുടെ പൽഗാർ, അതെ പൽഗാർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അവിടെ നടത്തുമ്പോൾ അവർ പറയുന്നു നിർമ്മാണ സമയത്ത് 5 ലക്ഷവും അത് കഴിയുമ്പോൾ 5 ലക്ഷവും, അങ്ങനെ 10 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പോർട്ടാണ് JNPTയുടെ പുതിയ പ്രൊജക്റ്റ്. JNPT എവിടെ? വിഴിഞ്ഞം എവിടെ? JNPT ഒരു ഗേറ്റ് വേ പോർട്ടാണ്. ട്രാൻസ്ഷിപ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. എന്നാൽ പോലും ധാരാളം ഗേറ്റ് വേ കാർഗോയുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, ധാരാളം ഗേറ്റ് വേ കാർഗോയുണ്ട്. പക്ഷെ ദുബായുമായിട്ടും സിംഗപ്പൂരുമായിട്ടും നോക്കുമ്പോൾ അത്രയും കാർഗോ ഹാൻഡിൽ ചെയ്യുന്നില്ല. എന്നാൽ പോലും അവർ 10 ലക്ഷം തൊഴിലവസരങ്ങൾ 2 ഘട്ടങ്ങളിലായി ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ മന്ത്രിക്ക് 1 ലക്ഷം പോലും വായിൽ വരുന്നില്ല. ഈ 2000 ദയവ് ചെയ്ത് എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ, ഈ 2500-ന് വേണ്ടിയാണ് നിങ്ങൾ ഈ പോർട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് അതിന് ഷട്ടർ ഇടുകയാണ് വേണ്ടത്, പണി നിർത്തിവെക്കുകയാണ് വേണ്ടത്. ഞങ്ങളൊരിക്കലും 2500 പോയിട്ട് 25,000 പോയിട്ട് 2.5 ലക്ഷത്തിൽ പോലും തൃപ്തരല്ല. ഞങ്ങൾ തൃപ്തരല്ല. കാരണം അതിനപ്പുറമാണ് വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യത. പക്ഷെ അത് നിയന്ത്രിക്കുന്ന, മുന്നോട്ട് നയിക്കുന്ന, അതിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സർക്കാരിന് അതിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അതിൻ്റെ വകുപ്പ് മന്ത്രിക്ക് അതിനെ സംബന്ധിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ലെങ്കിൽ ചോദ്യം ചോദിച്ച
MLA അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം നാട്ടുകാരുടെ പൾസ്, അവരുടെ സ്പന്ദനമാണ് നിയമസഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം ഈ ചോദ്യം ഒരുപാട് നേരിടുന്നുണ്ടാവും, അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചത്. അതുപോലെ MV ഗോവിന്ദൻ മാസ്റ്ററും ചോദിച്ചു, തുറമുഖം വരുന്നതോടുകൂടി ഈ നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? വളരെ മൈൽഡായിട്ട് ആ ചോദ്യത്തിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞു മാറി വേഗമായിട്ട് എന്തോ പറഞ്ഞ് അവസാനിപ്പിച്ചു. സർ, വിഴിഞ്ഞം തുറമുഖം ലോക ശ്രദ്ധയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് ബഹുമാനപ്പെട്ട മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ വേഗം തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ കേരളത്തിൻ്റെ പൊതുവും തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതയും കണക്കിലെടുത്തുകൊണ്ടുള്ള നഗരവികസനവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ എങ്ങനെയാണ് ഈ തുറമുഖ വികസനവുമായിട്ട് ബന്ധപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? യെസ് മിനിസ്റ്റർ. സംബന്ധിച്ച് പല രൂപത്തിലുള്ള ചർച്ചകൾ നടന്നു വരുന്നു. അവസാനമായി രൂപം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള യോഗം ചേരുന്നുമുണ്ട്. ഈ മാസം അത് ചേരും. പക്ഷേ ശ്രീ CK ഹരീന്ദ്രൻ്റെ കാര്യത്തിൽ അങ്ങനെ വേഗമായിട്ട് പോയില്ല. കൃത്യം ഉത്തരം പറഞ്ഞു, 2500 തൊഴിലവസരം. 2500 തൊഴിലവസരം എവിടെയാണ്? പോർട്ടിനകത്താണോ? പോർട്ടിനകത്താണെങ്കിൽ 2500 ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും സമീപഭാവിയിലില്ല. ഒരു പക്ഷേ 4 ഘട്ടമൊക്കെ ആകുമ്പോൾ വന്നേക്കാം. അതാണോ മന്ത്രി ഉദ്ദേശിച്ചത്? അത് പോർട്ടിന് പുറത്തും അകത്തും കൂടെയാണ് 2500 ഉദ്ദേശിച്ചതെങ്കിൽ തികച്ചും തെറ്റായ ഒരു കണക്കാണ് മന്ത്രിയും സർക്കാരും വെച്ചു പുലർത്തുന്നതെന്ന് വളരെ വിനീതമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എത്രയോ ഇരട്ടി, ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു പ്രൊജക്റ്റിനെ ഇത്രയും ചുരുക്കി കെട്ടി, അങ്ങനെയാണ് സർക്കാർ ഇത് സംബന്ധിച്ച ഗവേഷണങ്ങളും പഠനങ്ങളും ഉദ്യോഗസ്ഥർ നൽകുന്ന ഫീഡ്ബാക്കും അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെയോ വലിയ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാവനയിലും ഓരോ വകുപ്പിനെ ഹെഡ് ചെയ്യുന്നവരുടെ പ്ലാനിങ്ങിലും ആസൂത്രണത്തിലും സ്വപ്നങ്ങളിലുമൊക്കെ ഒരുപാട് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടായിട്ട് വളരാവുന്ന, ഇപ്പോഴത്തെ അവസ്ഥയല്ല പറയുന്നത്, വളരാവുന്ന അങ്ങനെയുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു പോർട്ടിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിന് ഒരു സ്വപ്നവുമില്ല, ഒരു ഐഡിയയുമില്ല, ഒരു എത്തും പിടിയുമില്ലാതെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ജനങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്നത്. ചുരുങ്ങിയ പക്ഷം സെയിലിംഗ് കമൻട്രിയെങ്കിലും മനസ്സിലാക്കുന്നത് ഗവൺമെൻറ്റിന് ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയുന്നില്ല എന്നുള്ളിടത്ത് വീണ്ടും വിചാരം നടത്തണം. ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ പ്രോജക്റ്റ് പ്രോസ്പെറിറ്റി തുടങ്ങിയവ വളരെ അടിയന്തിരമായി പഠിക്കുകയും അത് സംബന്ധിച്ച് പദ്ധതികൾക്ക് രൂപം നൽകുകയും വേണം. മന്ത്രി ഒരു വഴിക്ക് കൂടെ പോകുമ്പോൾ പദ്ധതി വേറൊരു വഴിക്ക് കൂടി പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇന്നലത്തെ പത്രത്തിൽ ഒരു പരസ്യമായി വന്നു. ഗ്രോത്ത് കോറിഡോറിനെ കുറിച്ച് നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ചൊരു പരസ്യം വന്നു. സെലക്ഷൻ ഓഫ് എ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്. ആദ്യമായി ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എന്തിനാണ്? ആ കൺസൾട്ടൻറ്റ് വന്നിട്ട് വേണം ഫോർ സെറ്റിംഗ് അപ്പ് ദി പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ്. 78 കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറ് 5 കിലോമീറ്റർ ഭൂമി ഏറ്റെടുക്കൽ, അവിടെ വരുത്തേണ്ട കാര്യങ്ങൾ, അവിടെ വരുത്തേണ്ട പദ്ധതികൾ എന്തൊക്കെയായിരിക്കണം, അതെങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുവാൻ സെറ്റിംഗ് അപ്പ് ദി പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ്, ആ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കണമെന്നുള്ളതിനാണ് ഒരു കൺസൾട്ടൻറ്റിനെ ഇപ്പോൾ CRDA വിളിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പ്രോജക്റ്റ് 2 അവർ വിളിച്ചിരിക്കുകയാണ്. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റിനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലും മറുപടി പറഞ്ഞ മന്ത്രിക്ക് ഗ്രാഹ്യമില്ല. ഇവിടെ ഒരു ഔട്ടർ റിംഗ് റോഡും ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും വരുന്നുണ്ട്. ആ ഗ്രോത്ത് കോറിഡോറിൽ എന്തൊക്കെ നിക്ഷേപങ്ങൾ വരും, എന്തുകൊണ്ടാണ് ആ നിക്ഷേപങ്ങൾ വരുന്നത്? തുറമുഖം വരുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇന്നലെ വരെ തിരുവനന്തപുരത്തെ നിക്ഷേപം എവിടെ ടെക്നോ പാർക്കിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിന് പുറത്തൊരു നിക്ഷേപം വരണമെങ്കിൽ അതിൻ്റെ കാരണം വിഴിഞ്ഞം പദ്ധതിയാണ്. അതിലൂടെ 72 കിലോമീറ്ററിൻ്റെ ഇരുവശങ്ങളിലും വരാവുന്ന തൊഴിലവസരങ്ങൾ എന്താണ്, ഏതൊക്കെയാണ്, എത്രത്തോളം നിക്ഷേപം വരും, ആരൊക്കെ നിക്ഷേപിക്കും, ഇതൊന്നും പഠിക്കാതെയാണ് മന്ത്രി മറുപടി പറഞ്ഞതെങ്കിൽ ദയവ് ചെയ്ത് ഇനിയെങ്കിലും വൈകിട്ടില്ല, 1 മാസമൊക്കെ ധാരാളം. 1 മാസം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ ഇതുപോലെ എനിക്കൊരു തെറ്റുപറ്റി, ആ തെറ്റു ഞാൻ തിരുത്തുന്നു, തെറ്റ് തിരുത്തുന്നത് എപ്പോഴും മഹത്വമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതിയിലൂടെ വരാവുന്ന
തൊഴിലവസരങ്ങൾ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തൊഴിലവസരങ്ങൾ ഇതാണ് എന്ന് ഗവൺമെൻറ്റിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പറയാൻ കഴിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഇന്നത്തെ ഈ സെയിലിംഗ് കമൻട്രി റിപ്പോർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ്, എലിയസ് ജോൺ.